നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. പഞ്ചാബിലെ സർവേ റിപ്പോർട്ട് അനുസരിച്ച് 2 സീറ്റുകളും കോൺഗ്രസ് നേടിയെടുത്തുകൊണ്ട് 2017 ആവർത്തിക്കാൻ എല്ലാ സാധ്യതയുമുണ്ട് എന്ന വിലയിരുത്തലിലേക്കാണ്. ആം ആദ്മി പാർട്ടി ഇത്തവണ വലിയ തോതിൽ തിരിച്ചടി നേരിടും എന്നതും എല്ലായിടത്തും അധികാരം നഷ്ടപ്പെട്ട ആം ആദ്മി പാർട്ടി പിളരുന്ന ഒരു കാഴ്ചയുണ്ടാകുമെന്നും അതിലൊരു വിഭാഗം കോൺഗ്രസിലേക്ക് ലയിക്കുമെന്നുമാണ് വ്യക്തമാകുന്നത്. ഗുജറാത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. ഗുജറാത്തിലെ ആം ആദ്മി പാർട്ടി കൊടുന്നരെ തകർച്ചയിലേക്ക് പോകുന്നതും അതിൽ ഒരു വിഭാഗം കൃത്യമായി കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അതിലേക്ക് ലയിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. ജിഗ്നേഷ് മെവാനിയാണ് അതിനുവേണ്ടിയുള്ള നേതൃത്വം നൽകിയതെന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ പഞ്ചാബിൽ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോയ സുനിൽ ജാഖർ അടക്കമുള്ള പല നേതാക്കളും കോൺഗ്രസിലേക്ക് തിരികെ എത്തുന്നതിൻ്റെ സാഹചര്യം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. കാരണം അവരാരും BJP-യിലേക്ക് പോയതുകൊണ്ട് കാര്യമായ മുന്നേറ്റമോ നേട്ടമോ അവരുടെ ഒന്നും വ്യക്തി ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന തിരിച്ചറിവ് കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് അവർ മടങ്ങിയെത്തുന്നതിന് കാരണമാകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും പഞ്ചാബിൽ വലിയ മുന്നേറ്റം തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഉണ്ടാക്കിയത്. ചതുഷ്കോണ മത്സരം കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി, ശിരോമണി അകാലിദൾ, BJP എന്നിവർ ഓരോ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിന് വോട്ട് ഷെയർ കുറവാണെങ്കിൽ പോലും വിജയത്തിലേക്ക് എത്താൻ സാധിക്കുന്നു എന്നത് ചെറിയ കാര്യമായി കണക്കാക്കാൻ കഴിയുകയില്ല. BJP വീണ്ടും ശിരോമണി അകാലിദളുമായി ഒരു സഖ്യമുണ്ടാക്കാൻ പഞ്ചാബിൽ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അത് ബാദൽ കുടുംബം ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതിന് കാരണമാകുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ BJP അവരുടെ സഖ്യകക്ഷികളോട് കാണിക്കുന്ന രാഷ്ട്രീയ സമീപനം എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി ഹർസിമ്രത് കൗർ ബാദലും അതുപോലെ തന്നെ ബാദൽ കുടുംബവും വളരെ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. വർഷങ്ങളോളം പഞ്ചാബ് ഭരിച്ചിരുന്നത് ശിരോമണി അകാലിദൾ BJP സഖ്യമായിരുന്നു. അതിൻ്റെ പേരിൽ വലിയ തോതിൽ പഴി കേൾക്കേണ്ടി വന്ന, ഇപ്പോൾ പ്രതിപക്ഷത്ത് പോലും അല്ലാതെ തകർന്നടിഞ്ഞ് നാമാവശേഷമായിരിക്കുന്ന അവസ്ഥയിലാണ് ബാദൽ കുടുംബം. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. BJP-യുമായുള്ള സഖ്യം പിൻവലിച്ചുകൊണ്ട് ഹർസിമ്രത് കൗർ ബാദൽ പറഞ്ഞത് രാജ്യത്തെ കർഷകരെയും സാധാരണക്കാരായ അധ്വാനിക്കുന്ന തൊഴിൽ വിഭാഗക്കാരെയും പരസ്യമായി കളിയാക്കുകയും അവരെ പുച്ഛിക്കുകയും ചെയ്യുന്ന നരേന്ദ്രമോദി അംഗീകരിക്കാൻ കഴിയില്ല. ആ മനുഷ്യൻ നയിക്കുന്ന ക്യാബിനറ്റിൽ മന്ത്രിയായിരിക്കുക എന്ന് പറയുന്ന അതിൽ പരം അപഹാസ്യമായി എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ എന്ന് തുറന്നടിക്കാനുള്ള ചങ്കുറപ്പ് അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. കൃത്യമായി പറഞ്ഞാൽ ആം ആദ്മി പാർട്ടി ഇനി നിലനിൽക്കുന്ന കാര്യം അത് വളരെയധികം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അവിടെ പ്രതിപക്ഷത്തേക്ക് വീണ്ടും ശിരോമണി അകാലിദൾ ആ സ്പേസ് ഒക്കുപൈ ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നുള്ള വിലയിരുത്തലിലേക്കാണ് വരുന്നത്. ഗുജറാത്തിലും അതുപോലെ തന്നെയാണ്. കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കുകയും അവിടെ ആം ആദ്മി പാർട്ടിയുടെ വോട്ട് അത് എൻ ബ്ലോക്കായി ഷിഫ്റ്റ് ആവുന്ന സാഹചര്യത്തിലേക്കും പോകും. കാരണം കോൺഗ്രസിൻ്റെ വോട്ടാണല്ലോ ആം ആദ്മി പാർട്ടി കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുത്തതും അതുവഴി BJP-ക്ക് 157 സീറ്റുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞതും. അതൊക്കെ ഇത്തവണ തിരുത്തപ്പെടുന്ന ഒരു മഹാമഹമായിരിക്കും സംഭവിക്കാൻ പോകുക എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കേണ്ട സാഹചര്യമാണ്.